والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. وعن أبي موسى عبد الله بن قيس الأشعري رضي الله عنه قال: سئل رسول الله صلى الله عليه وسلم عن الرجل يقاتل شجاعة ويقاتل حمية ويقاتل رياء أي ذلك في سبيل الله؟ فقال رسول الله صلى الله عليه وسلم: من قاتل لتكون كلمة الله هي العليا فهو في سبيل الله. متفق عليه. ബഹുമാന്യനായ സഹാബി അബൂ മൂസ അബ്ദുല്ലാഹി ബിൻ ഖൈസ് അൽ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. എങ്ങനെയുള്ള മനുഷ്യനാണ്? അവൻ യുദ്ധം ചെയ്യുന്നു, ഷുജാഅതൻ അവൻ്റെ ധീരത ആളുകളെ കാണിക്കാൻ വേണ്ടി, വയുഖാതിലു ഹമിയതൻ വേറൊരാൾ യുദ്ധം ചെയ്യുന്നു ഗോത്ര മഹിമയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ പകപോക്കലിന് വേണ്ടി വേറൊരാൾ യുദ്ധം ചെയ്യുന്നു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. അയ്യു ദാലിക ഫീ സബീലില്ലാ. അള്ളാഹുവിൻ്റെ റസൂലെ, ഈ മൂന്ന് കൂട്ടരിൽ ആരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത്? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി അരുളി, ഇവർ മൂന്ന് പേരുമല്ല. ഇവർ മൂന്ന് പേരും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരല്ല. മറിച്ച് അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് മൻ ഖാതല ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അള്ളാഹുവിൻ്റെ കലിമത്ത് ഭൂമിയിൽ അത് ഉറപ്പിക്കാൻ വേണ്ടി, അതിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി, അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ ദഅവത്തിന് വേണ്ടി ആരാണോ യുദ്ധം ചെയ്യുന്നത് അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മനസ്സിലാക്കി. നാം ഇവിടെ നോക്കേണ്ടത് മൂന്ന് കൂട്ടരെ കുറിച്ച് നബിതങ്ങളോട് ചോദിച്ചു. നബിതങ്ങൾ പറഞ്ഞു, ഈ മൂന്ന് കൂട്ടരുമല്ല. യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ നാം നോക്കുകയാണെങ്കിൽ മൂന്ന് കൂട്ടരും യുദ്ധം ചെയ്യുന്നുണ്ട്. യുദ്ധം തന്നെയാണ് ചെയ്യുന്നത്. അവിടെ മരിക്കാം, അതുപോലെ തന്നെ ജീവിതം പണയപ്പെടുത്താം, അതുപോലെ തൻ്റെ ധൈര്യം കാണിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ മൂന്ന് കൂട്ടരെയും കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇവരൊന്നും യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടിയല്ല യുദ്ധം ചെയ്യുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാകണം? ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും. നാം നമസ്കരിക്കുന്നുണ്ട്, നാം നോമ്പനുഷ്ഠിക്കാറുണ്ട്, സക്കാത്ത് കൊടുക്കാറുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, മറ്റ് ഒട്ടനവധി കാര്യങ്ങൾ നാം ചെയ്യാറുണ്ട്, സദഖ കൊടുക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ എന്തിനു വേണ്ടിയാണ് നാം നമ്മുടെ ചെറിയ അമലുകൾ പോലും ചെയ്യുന്നത് എന്ന് യഥാർത്ഥമായ ബോധ്യം ഒരു മുഅ്മിനിൻ്റെ ഹൃദയത്തിൽ വേണം. അത് അള്ളാഹുവിന് വേണ്ടിയാകുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുമ്പോഴാണ്. മറ്റ് പല ആഗ്രഹങ്ങളും മറ്റ് പല ഉദ്ദേശങ്ങളും മനസ്സിൻ്റെ ഉള്ളിൽ കയറിപ്പോയാൽ അത് അള്ളാഹുവിന് വേണ്ടി ആകൂല, അതിൻ്റെ നന്മ നിനക്ക് ലഭിക്കൂല, അത് മുഖേന നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മനസ്സിലാക്കി തരുന്നു. ഇഖ്ലാസ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി തീർക്കുക. അള്ളാഹുവിന് വേണ്ടി ആക്കി തീർക്കുക എന്നല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കി തീർക്കുക. നാം പലപ്പോഴും ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന് വേണ്ടിയും പിന്നെയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യം, ഇതൊന്നും ആകാൻ പാടില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റൂട്ട് ഒന്ന് മാത്രമേ ആകാൻ പാടുള്ളൂ, അത് അള്ളാഹുവിന് വേണ്ടി മാത്രം ആയിത്തീരുക. ഓരോ അമലുകളും അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വീകാര്യോഗ്യമാകാൻ ഇഖ്ലാസ് എന്ന ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ ശീലിച്ചേ മതിയാകൂ എന്ന് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഇഖ്ലാസ് ഓടി ജീവിക്കാനും ജീവിതത്തിൽ അതോടൊപ്പം അമൽ ചെയ്യുവാനുമുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്.